It's me JKK from JKK for you. So, ഫെബ്രുവരി 2026 റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മാർച്ച് അവസാനത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ മാർച്ച്. ഇന്നിപ്പോൾ 26 അപ്പോൾ പോലും നമ്മൾ ഫെബ്രുവരി റൗണ്ടപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ മാർച്ച് കഴിഞ്ഞില്ലല്ലോ. മാർച്ച് കഴിയുമ്പോൾ നമ്മൾ മാർച്ച് റൗണ്ടപ്പുമായിട്ട് അടുത്ത മാസം പകുതി നമ്മൾ വരുന്നതായിരിക്കും, ഏപ്രിൽ. അപ്പോൾ ഫെബ്രുവരി റൗണ്ടപ്പിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ലാത്തൊരു മാസമായിരുന്നു ഫെബ്രുവരി. നല്ലൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നൊരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമില്ലാതെ ബിസിനസ് ഫെബ്രുവരിയിൽ പോയിട്ടുമുണ്ട്. പിന്നെ ഫെബ്രുവരി അവസാനമൊക്കെ ആയപ്പോൾ ലാസ്റ്റ് ഡേയിൽ ലോകം തന്നെ കത്തി നിൽക്കുന്ന ഇസ്രായേൽ അമേരിക്ക വിത്ത് ഇറാൻ ആ യുദ്ധം അങ്ങോട്ട് തുടങ്ങി. ബാക്കി മാർച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. അത് മാർച്ചിൽ ഞാൻ പറയാം, റൗണ്ടപ്പിൽ പറയാം. കുഴപ്പമില്ലാത്തൊരു മാസമായിരുന്നു ഫെബ്രുവരി. പിന്നെ കാര്യമായിട്ട് വലിയ സിനിമ റിലീസൊന്നും ഇല്ലായിരുന്നു ഫെബ്രുവരിയിൽ. അതുകൊണ്ട് തന്നെ ഒരു ഡൾ ടൈമായിരുന്നു ബോക്സ് ഓഫീസിനെ സംബന്ധിച്ച്. പിന്നെ കുറച്ച് സ്പോർട്സ് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സോ സ്പോർട്സിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ മെയിൽസ് ഫൈനൽ നടന്നത് ഫെബ്രുവരി 1 സൺഡേയിലാണ്. സോ അതിൽ കാർലോസ് അൽക്കാരസ് ആണ് വിജയിച്ചത്. ഓസ്ട്രേലിയൻ ഓപ്പൺ കാർലോസ് അൽക്കാരസ് ബീറ്റ് നൊവാക് ജോക്കോവിച്ച്. പിന്നെ ഫീമെയിൽസിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ജനുവരി 31 ഞാൻ പറഞ്ഞിരുന്നു, എലന റബേക്കനെയാണ് ജയിച്ചത്. ഫൈനൽസ് തോൽപ്പിച്ചത് ആര്യാന സബലങ്കനെയാണ്. ഓക്കെ, അപ്പോൾ വിന്നേഴ്സ് കാർലോസ് അൽക്കാരസ് മെയിലും, ഫീമെയില് എലേന റബേക്കനെയും. ഓക്കെ, പിന്നെ WBL വുമൺസ് പ്രീമിയർ ലീഗിൽ RCB ആണ് വിജയിച്ചത്. ഫൈനൽസിൽ ഡൽഹിനെയാണ് പരാജയപ്പെടുത്തിയത്. ഡൽഹി ഇത് നാലാം തവണയാണ് ഫൈനൽ അടുപ്പിച്ച് കളിക്കുന്നതും തോക്കുന്നതും. RCB സംബന്ധിച്ച് ഇത് 2ാമത്തെ കിരീടമാണ്. സോ സ്മൃതി മന്ദന ആൻഡ് ടീം വിൻസ് IPL. WBL IPL തുടങ്ങാൻ പോവാണ് കേട്ടോ. ഈ മാർച്ച് അവസാനം IPL തുടങ്ങാൻ പോവാണ്. എനിവേ, വുമൺസ് പ്രീമിയർ ലീഗ് ഇത്തവണത്തെ വിന്നേഴ്സ് 2026 വിന്നേഴ്സ് RCB ആണ്, റോയൽ ചലഞ്ചേഴ്സ് ഓഫ് ബാംഗ്ലൂർ. പിന്നെ അണ്ടർ-19 വേൾഡ് കപ്പിൽ ഇന്ത്യയാണ് വിജയിച്ചത്. ഇന്ത്യ ബീറ്റ് ഇംഗ്ലണ്ട് ഇൻ ദ ഫൈനൽസ്. അതിൽ സൂര്യവംശിയുടെ ഒരു ഗംഭീര സെഞ്ചുറിയൊക്കെ നമ്മൾ കണ്ടു. ഇന്ത്യ എടുത്തത് 410 റൺസാണ് ആ ഫൈനൽസിൽ. നമ്മൾ 100 റൺസിനാണ് ജയിച്ചത്. സോ 310 ഇംഗ്ലണ്ട് എത്തി, നമ്മൾ 100 റൺസിനാണ് ജയിച്ചത്. ആൻഡ് വൈരവ് സൂര്യവംശി, വാട്ട് എ ടാലന്റ് ഹി ഈസ്. ആൻഡ് ആയുഷ് മാത്രേ ദ ക്യാപ്റ്റൻ. അണ്ടർ-19 കിരീടം നമ്മൾ നേടിയിരിക്കുകയാണ്. സോ ഇത്രയൊക്കെയാണ് ഫെബ്രുവരിയിൽ സംഭവിച്ചതും നടന്നതും. പിന്നെ നമ്മളിപ്പോൾ ഫെബ്രുവരിയിൽ പിന്നെ നടന്നത് നമ്മുടെ T20 വേൾഡ് കപ്പാണ്. അതിൻ്റെ ഫൈനൽസും സെമി ഫൈനൽസും എല്ലാം നടന്നത് മാർച്ചിലാണ്. അത് നമ്മൾ മാർച്ച് റൗണ്ടപ്പിൽ പറയാം. ഇന്ത്യ നല്ലപോലെ കളിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യ ഒരു ടഫ് ഫേസിലൂടെ പോയിരുന്നു ആ വേൾഡ് കപ്പിൽ. ഇപ്പോൾ കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ നടന്ന ഈ വേൾഡ് കപ്പിൽ അതൊക്കെ നമുക്ക് മാർച്ച് റൗണ്ടപ്പിൽ പറയാം ബാക്കി എന്താ സംഭവിച്ചതെന്ന്. സോ എനിവേ, ഫെബ്രുവരിയിൽ ഇത്രയേ ഉള്ളൂ. RCB, ഇന്ത്യ അണ്ടർ-19 ടീം, ഇതൊക്കെയാണ് സന്തോഷം തന്ന കാര്യങ്ങൾ. പിന്നെ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നുമുണ്ട്. എനിവേ, ഫെബ്രുവരി റൗണ്ടപ്പ് ഇതാണ് ഈ മാർച്ചിൽ നമുക്ക് പറയാനുള്ളത്. സോ ഓക്കെ മന്ത്, ബൈ. പിന്നെ ഗോൾഡ് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ. പിന്നെ ബാക്കി ഇപ്പോൾ ഇലക്ഷൻ സമയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതൊക്കെ മാർച്ച് റൗണ്ടപ്പിലും ഏപ്രിൽ റൗണ്ടപ്പിലൊക്കെ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു. JKK signing off. Bye.